നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നുണ്ടോ? ഈ ഒരു സിറ്റുവേഷനിലും നിങ്ങളെ അവര് സ്നേഹിക്കുന്നുണ്ടോ? എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ചെയ്യുന്നത്. കൂടുതൽ പേരും ഈ ഒരു സമയത്ത് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനാണ്. എന്നാൽ കുറച്ച് പേര് ഒരു ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലുമാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ലെസ് കോൺടാക്റ്റ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇപ്പോൾ നോ കോൺടാക്റ്റ് അല്ല, ബ്രേക്കപ്പ് അല്ല, പക്ഷെ അവരുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും കഴിയുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ. കാരണം ഈ കൂടുതൽ പേർക്കും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്വിൻ ഫ്ലെയിം ആണെന്നാണ്, ട്വിൻ ഫ്ലെയിം എനർജി ആണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണ് എന്ന് നിങ്ങൾ രണ്ടുപേരും തിരിച്ചറിയാനുള്ള ഒരു സമയമാണിത്. ആ ഒരു ഡിവൈൻ സെപ്പറേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളൊരു റെക്കഗ്നേഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് എപ്പോഴും അവരുടെ ലൈഫിൽ ഉണ്ടാവണം. ലൈഫ് ലോങ് നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവണമെന്ന് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നാണ് ഈ ഒരു സമയം എന്ന് ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിന് ഒരു കൺക്ലൂഷൻ ഉണ്ടാവാണ്. അതിനൊരു എൻഡ് ഉണ്ടാവാണ്. അതായത് ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോക്സിക് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും കാർമിക് അല്ലെങ്കിൽ ടോക്സിക് എന്ന് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ വ്യക്തി ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല. നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകൾ പോലും മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തത്രയും സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. പക്ഷെ അതിനെല്ലാം ഒരു കൺക്ലൂഷനാണ് ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ റിയലൈസ് ചെയ്യുക, ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു വ്യക്തിയാണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത്. ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ. ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷൻ, ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവും. നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് എപ്പോഴും നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, സെപ്പറേഷൻ ഉണ്ടാവാം, വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ ഈ സെപ്പറേഷനിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു വേദനയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കിടയിൽ വീണ്ടും ഒരു തുടക്കം ഉണ്ടാവുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. ഒരുപാട് അഡിക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സെപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സെപ്പറേഷൻ ആണെന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്തുള്ളതിനേക്കാൾ ഏറെ സ്നേഹം ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത്രമാത്രം ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളെ ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ യഥാർത്ഥമായിട്ടുള്ള, വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ വ്യക്തി വളരെ ജെനുവിനായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തായിരുന്നാലും നിങ്ങൾ ക്ഷമയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ റണ്ണർ ചേസർ എനർജി
സീരീസിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആരാണോ ആ ഒരു ഭാഗം എടുക്കുന്നത്, ആ വ്യക്തി ഇപ്പോൾ റണ്ണർ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എപ്പോഴും നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചേസിങ് എനർജി കൊടുക്കാതിരിക്കുക. ഈ വ്യക്തിയെ ഒരുപാട് ചേസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ അവരറിയാതെ പോലും അവരറിഞ്ഞുകൊണ്ട് പോലും, അതായത് നിങ്ങളിപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ മനസ്സുകൊണ്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. അതായത് ആ മനസ്സുകൊണ്ട് ഈ വ്യക്തിയെ എപ്പോഴും ഓർക്കുക, എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക, ആ വ്യക്തി ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെടുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു എനർജി ആയിട്ട് ഈ വ്യക്തിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചേസിങ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ചേസിങ് എനർജി നിങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ആ ഒരു പീരീഡ് കുറഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ. യെസ്. ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിലീസ് ചെയ്യുക. അതിനെ ഓർത്ത് നിങ്ങൾ കരയുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ആൻഡ് ദെൻ യെസ്. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിനെ ഓർത്തും നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല. കാരണം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു പാഷനാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളില്ലാണ്ട് ഒരു കംപ്ലീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തായിരുന്നാലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതാണ് ഈ ഒരു സൈക്കിളിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങളിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. ആ വ്യക്തി ഏതൊക്കെ സാഹചര്യത്തിൽ പോയിരുന്നാൽ തന്നെയും, എത്രമാത്രം സെപ്പറേറ്റഡ് ആയിരുന്നാൽ തന്നെയും നിങ്ങളിലേക്ക് തിരികെ വന്നാൽ മാത്രമേ അവരുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ആ വ്യക്തിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ വളരെ ജെനുവിനായിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത്. ആ സ്നേഹം ഒരു കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഐ മിസ് യു. തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. ഐ വിൽ മെസ്സേജ് യു സൂൺ. അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നോ വൺ ക്യാൻ റീപ്ലേസ് യു. ഓക്കെ. ഒരു ഒരു വ്യക്തികളാലും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല. ഓക്കെ. ആൻഡ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഐ കാൺട്ട് ഗിവ് യു ഫാൾസ് ഹോപ്പ്. നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള പ്രതീക്ഷകൾ തരാൻ ഒരിക്കലും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വളരെ ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുക. ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഓക്കെ. ആ വ്യക്തി വളരെ റിയൽ ആയിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. ഓക്കെ.